നമ്മൾ ആദ്യം ചെയ്യേണ്ടത് MS ഓഫീസ്, ഇവിടെ എക്സൽ എന്ന് പറഞ്ഞൊന്നുണ്ടാവും. എക്സൽ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ലാബിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 2-3 കമ്പ്യൂട്ടറിൽ എക്സൽ കിട്ടും, അവൈലബിൾ ആണ്. ഇപ്പോൾ MS എക്സൽ ഇങ്ങനെ വരുമ്പോൾ ആദ്യം ഇതാണ് വരുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ MS എക്സൽ ചെയ്യണമെങ്കിൽ MS എക്സൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡാറ്റ വേണം. അപ്പോൾ ആദ്യത്തെ ഞാനിപ്പോൾ നിങ്ങൾ അവിടെ മാർക്കോ ഹൈറ്റോ ഒക്കെ നമുക്ക് നോക്കാം. നമുക്ക് മാർക്ക് എടുക്കാം. മാർക്കാകുമ്പോൾ എല്ലാവർക്കും കൊട്ടക്കണക്കിന് ഉണ്ടാവുമല്ലോ. മാർക്ക് എടുക്കുന്നു. നമ്മൾ ക്ലാസ് നമ്പർ എന്തെങ്കിലും ഉണ്ട് ഡാറ്റ നമുക്ക് കൊടുക്കണം. അതിൻ്റെ അകത്ത് ക്ലാസ് നമ്പർ കൊടുത്ത് ഞാൻ ചെയ്യുന്നതെല്ലാം കണ്ടുപിടിച്ചോളണം കേട്ടോ. നിങ്ങൾ ഈ മൊബൈലിൽ കിടന്ന് മരിക്കുന്ന ആൾക്കാരാണ്. കമ്പ്യൂട്ടറുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല അല്ലേ? എത്ര പേർക്ക് കമ്പ്യൂട്ടർ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം? വീട്ടിൽ എത്ര പേർക്ക് കമ്പ്യൂട്ടറുണ്ട്? അത് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ആരുമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയണേ, കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയണത് ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ വളരെ നിർബന്ധമാണ്. അതില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പണി മുടക്കായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്നവരെ പോയി. വിത്തൗട്ട് കമ്പ്യൂട്ടർ ലിറ്ററസി യു കനോട്ട് ഹാവ് എ പ്രോപ്പർ കരിയർ. ഏത് ഫീൽഡിൽ പോയാലും മനസ്സിലായി, ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടണമെങ്കിൽ പോലും കമ്പ്യൂട്ടർ അറിയണം. അവിടെ മൊബൈലല്ലല്ലോ ഉപയോഗിക്കണം. അവർ ആ കമ്പ്യൂട്ടർ വെച്ചിട്ടല്ലേ ടൈപ്പ് ചെയ്യണത് അല്ലേ? സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടില്ലേ? അവിടെ ഇരിക്കുന്ന പെൺപിള്ളേരൊക്കെ എന്താ ചെയ്യുന്ന? ഒരു കമ്പ്യൂട്ടറിൽ അടിക്കണം, മൊബൈലിലല്ലല്ലോ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ അറിയാതെ ഒരു ജോലിയും കിട്ടൂല. അപ്പോൾ കമ്പ്യൂട്ടർ സ്കില്ല് ആവശ്യമായിട്ട് ഡെവലപ്പ് ചെയ്തോളണം. അതിന് എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് MS ബേസിക്കായിട്ട് MS എക്സൽ, അതുപോലെ വേഡ്, പവർ പോയിന്റ്, ഈ 3 അറിഞ്ഞാൽ മതി. ഇത് 3 നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള കാലത്ത് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തോളാം. അപ്പോൾ നമ്മൾ കുറച്ച് നമ്പർ ഒക്കെ അടിക്കണേണ്. 401 ഒക്കെയാണല്ലോ നിങ്ങളുടെ 401. 10 നമ്പർ ഞാൻ അടിക്കുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ 3-4 നമ്പർ അടിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഉണ്ടാവും, ചെയ്യുന്നത് കണ്ടില്ലേ? ഇതിങ്ങനെ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പർ വന്നോളൂ. അങ്ങനെ അറിയാമായിരുന്നു. അങ്ങനെ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഇനി അടുത്തത്, ഇനി ഇതിനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നല്ല വെച്ചിരിക്കുന്ന, ഇനി ഇത് നമ്മളൊരു സെൻറ്ററിൽ ഒരു ഇതാണ്, ഇതിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെൻറ്ററിൽ കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലോട്ട് വരും കണ്ടോ. ഇനി അടുത്തത് മാർക്ക് നമ്മൾ എൻ്റർ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കൊക്കെ വെച്ചാണെങ്കിൽ ഒരു 10, 8, 9, 13 ആ ഒരു റേഞ്ചിലായിരിക്കും മിക്കവാറും കിട്ടുന്നത്. ഒരാൾ വിട്ടു, അത് ചിലപ്പോൾ 0 ആയിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. ആരുടെ വിട്ടുപോയി തന്നെ നമ്പർ വല്ലതും ആണ്. ചിലപ്പോൾ ചിലവർക്ക് ബോണസായിട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇനി 9 ഇത്രയാണ്. ഞാനിപ്പോൾ ആരുടെയൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ആബ്സെൻ്റ് ആയതുകൊണ്ട് 0 ആയിട്ടിരിക്കണം. ആരോടെ 405 ഇല്ല. ഓക്കെ, ഇനി നമുക്കിതിനെ ഇതാണ് നമ്മൾ ചെയ്യുന്നതിനെ നമ്മളൊരു ബോക്സിലോട്ട് ആക്കണേ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഓൾ ബോർഡേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് വന്നു. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ ഒരു സെൻറ്ററിലോട്ട് വരണ്ടേ, എന്നാലല്ലേ കാണാനൊരു ലുക്കുള്ളൂ. നമ്മൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ സെൻറ്ററായി. ഇതും ക്ലിക്ക് ചെയ്യുക, സെൻറ്ററായി. ഇത് രണ്ടും നമ്മളൊരു ബോൾഡ് ചെയ്യുക. അതിനു വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇനി അത് പിന്നെയും വരും. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 12 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. അവരുടെ ആവറേജ് മാർക്കിനെയാണ് മീൻ എന്ന് പറയുന്നത്, മീൻ ഓഫ് ദ മാർക്സ്. അപ്പം അതിനുവേണ്ടി നമ്മളൊരു ഈക്വൽ സൈൻ അടിക്കുന്നു. ഈക്വൽ സൈൻ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെവിടെയാണെന്നൊന്നും അറിയില്ല, ഉണ്ടോ? ഇത് ഓരോരുത്തർ ഓരോ രീതിയായിരിക്കും. ഈ സിമ്പിൾ കണ്ടോ, ഇവിടെ ഞാൻ ഈക്വൽ സൈൻ അടിക്കുന്നു. ഈക്വൽ സൈൻ അടിച്ചില്ലെങ്കിൽ അത് വരും. അടിച്ചു കഴിയുമ്പോഴാണ് അത് ഹൈലൈറ്റ് ആവണം, എന്ന് വെച്ചാൽ എനേബിൾഡ് ആവുന്നത്. ഈക്വൽ സൈൻ ചെയ്യുമ്പോൾ
ഇത് വരും. ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് എന്താ? മീനാണ് വേണ്ടത്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജാണ്. ആവറേജ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആവറേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ രീതിയിൽ വരും. പിന്നെ ഒന്നും കൂടി ഓക്കെ കൊടുക്കുക. ഇപ്പം ഇങ്ങനെ വന്നില്ലേ, ഒരു ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. എന്നിട്ട് റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള റേഞ്ചാണ്. ഉണ്ടോ? C8. C8 എന്ന് പറഞ്ഞാൽ എന്താ? C എന്ന നമ്പർ ഇവിടെ. ഇതാണ് C. ദിസ് ഈസ് C. ഉണ്ടോ? C8 ഈ സെല്ലാണ്. ഇത് C എന്ന് പറയുന്ന സെല്ലാണ്, ഇത് 8 എന്ന സെല്ലാണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ പേര് C8. കണ്ടോ? മനസ്സിലായോ? C8 എന്ന സെല്ല് തൊട്ട് C19 വരെയുള്ള സെല്ലിൽ എന്ന റേഞ്ചാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ പ്രോസസ്സ് ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ നോക്കുക. ആദ്യം ഇവിടെ കൊണ്ടുവന്ന് എൻ്റർ ചെയ്യുക, ഈക്വൽ സൈൻ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, ആവറേജ് സെലക്ട് ചെയ്യുക, ഓക്കെ ഗോ കൊടുക്കുക, അല്ലെങ്കിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് റേഞ്ച് ഇവിടെ അടിച്ചു കൊടുക്കാം. നമുക്ക് അതിന് പകരം നമ്മൾ ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ, ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ രണ്ട് ബ്രാക്കറ്റ് കിടക്കുന്നുണ്ടാവും. ആ ബ്രാക്കറ്റിൻ്റെ എവിടെയും ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് താഴോട്ടങ്ങ് സെലക്ട് ചെയ്യുക. കണ്ടോ? C18 to C19 വരെ സെലക്ട് ചെയ്തു. എന്നിട്ട് ചുമ്മാ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ റിസൾട്ട് വരും. കിട്ടിയില്ലേ? 13.16 ആണ് ആവറേജ് അല്ലെങ്കിൽ മീൻ. സോ മീൻ എന്ന് പറയുന്നത് ഇവിടെ അടിച്ചു വെക്കുക. മീൻ ഇത്രേ ഉള്ളൂ. ഇത്രയുള്ള പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതിപ്പോൾ തലയൊക്കെ ഇത് പലർക്കും പരീക്ഷയ്ക്ക് കിട്ടാറില്ല. പരീക്ഷയ്ക്ക് 50% പേര് കിടന്ന് തലകുത്തി മറിയണേ കണ്ടിട്ടുണ്ട്. കാരണം ഒരു തവണ കണ്ടിട്ട് പിന്നെ ഈ കമ്പ്യൂട്ടർ തൊടില്ല. പിന്നെ വന്നു കഴിയുമ്പോൾ ഈ സിമ്പിളൊന്നും കാണില്ല. അതാണ് പ്രശ്നമുള്ളത്. ഇതെല്ലാ ദിവസവും എടുത്തത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നിസ്സാരമാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഈ അവിടുത്തെ കമ്പ്യൂട്ടർ വന്ന് നോക്കിയുമ്പോൾ ഈ സാധനവും കാണാനില്ല. മീനിട്ട് അടിച്ചിട്ട് വരണമെന്നില്ല. മീനാണ് ചോദിച്ചേക്കണത്. ആവറേജ് വെച്ചിട്ട് എങ്ങനെ മീൻ കണ്ടുപിടിക്കണത്? അത് കൺഫ്യൂഷനാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് മീഡിയനാണ്. ഓക്കെ, മീഡിയൻ. ഓക്കെ, അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ ഇത് കൊടുത്തു, ഈക്വൽ സൈൻ തന്നെ കൊടുത്തു. ഓക്കെ, ദെൻ യു ഗോ ടു ദ ഇവിടെ നമുക്ക് ആവറേജിന് താഴെ മീഡിയൻ കിടപ്പുണ്ട് അല്ലേ? മീഡിയൻ സെലക്ട് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓക്കെ. ഇവിടെയും അതേപോലെ തന്നെ വന്നു. എഗെയിൻ ഓക്കെ. ഇനി നമുക്ക് സെലക്ട് ചെയ്യണം. ഇതേ വിൻഡോ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. എന്തോ മീഡിയൻ വന്നല്ലോ. അല്ലല്ല, ഇവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിപ്പോയി. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ C18 to C19 സെലക്ട് ചെയ്ത്. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ 11.5. എന്താ മീഡിയൻ എന്ന് പറഞ്ഞാൽ? മിഡ് വാല്യൂ. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എത്രയാണ്? 34. ലോവസ്റ്റ് മാർക്ക് എത്രയാണ്? 0. ഈ 0നും 34നും ഇടയ്ക്ക് ഒരു മിഡ് വാല്യൂ ഉണ്ട്. ഏറ്റവും കൂടുതൽ പേർക്ക് വരാൻ സാധ്യതയുള്ള മാർക്കാണ്. അതാണ് 11.5. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടില്ലേ? മിഡ് വാല്യൂ അല്ലേ മീഡിയൻ എന്ന് പറയുന്നത്. മറ്റേത് ആവറേജ് എന്ന് പറയുന്നത് മൊത്തം മാർക്കിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ല ആഡ് ചെയ്തിട്ട് അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ആവറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കൊണ്ടുകൊടുക്കുന്നത്. രണ്ട് പ്രോസസ്സും ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം മീൻ കണ്ടുപിടിക്കാൻ പോകുന്നു. ഈ സ്റ്റെപ്പ് എടുക്കുക, ആവറേജ് എടുക്കുക, ഓക്കെ കൊടുക്കുക. ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്താണ് കറക്റ്റ്. കുറച്ച് കൂടി കൺഫ്യൂഷൻ ഇല്ലാത്ത C18 to C19 ക്ലിക്ക് ഓക്കെ. റിസൾട്ട് വന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവിടെ സെലക്ട് ചെയ്യുക, വരിക, മീഡിയൻ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, സെലക്ട് ദ സെൽസ്. ഏത് സെല്ലാണോ അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ 11.5. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇനി ഞാൻ ഇത് വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് എ ബാർ ഡയഗ്രാം. ഈ ഡാറ്റ വെച്ച് തന്നെ ഒരു ബാർ ഡയഗ്രാം, ഒരു പൈ ഡയഗ്രാം, ഒരു ലൈൻ ഡയഗ്രാം ഒക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം യൂസിങ് എക്സൽ. അതല്ലാത്ത രീതിയുണ്ട്, അത് ജസ്റ്റ് സാറ് പഠിപ്പിച്ചിട്ടുണ്ടാവും ഇല്ലേ?
മാനുവലായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. മിക്കവാറും ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു മാനുവലായിട്ട് തന്നെ നിങ്ങൾ മറ്റേ പ്രൊട്ടാക്ടറൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പോഴൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ അതിപ്പോൾ പരീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ ഇത് പരീക്ഷയ്ക്ക് ഏതായാലും ഉണ്ട്, അതെനിക്ക് ഉറപ്പാകും. ഇനി നമ്മളിവിടെ ഈ ഒരു പോർഷൻ ഞാനങ്ങ് എടുക്കുക. ഇത്രയും നമ്മൾ സെലക്ട് ചെയ്യും. ഇതാണ് എൻ്റെ ഡാറ്റ. ഇവിടെ നമ്മൾ ഇവിടെ പോവുക, ഇൻസെർട്ട് എന്ന കോളത്തിൽ പോയിട്ട് ഇവിടെ ഗ്രാഫ് ഉണ്ടോ ഇത് കണ്ടില്ലേ? ഏത് ടൈപ്പ് ഗ്രാഫാണ് വേണ്ടതെന്ന് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇതാണ് അല്ലേ? ഇതല്ല ബാർ ഡയഗ്രാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ബാർ ഡയഗ്രാം സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് ഇത് വേണോ, ഇങ്ങനത്തെ വേണോ എന്നൊക്കെ നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യാം. ഇതിൽ ഏത് ടൈപ്പ് ബാർ ഡയഗ്രാമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതിൽ ഏത് ടൈപ്പ് വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് വന്നിട്ട് ബാർ ഡയഗ്രാമായി ഇതിൻ്റെ ടൈറ്റിലൊക്കെ കൊടുക്കാം. മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ മാർക്കായി. ഓക്കെ, ഇതാണ് ഇതിന് ബാർ ഡയഗ്രാം. ഇതിന് മേലെ വന്നിരിക്കുന്നതിന് വേറൊരു പേരുണ്ട്. ഞാൻ അടുത്തൊരു ഡിസൈൻ കാണിച്ചു തരാം. ഇനി ഇപ്പോഴും ഇൻസെർട്ടിൽ പോവുക. ഇത് പല ടൈപ്പ് ഡയഗ്രാംസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് പോയിട്ട് ഇങ്ങനെ ഈ രീതിയിലുള്ളതിന് കാണിച്ചു തരാം. ഈ രീതിയിലുള്ളതുണ്ട്. അടുത്ത സെയിം ഡാറ്റ തൊട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന അടുത്ത ഡയഗ്രാം. ഇനി വേറൊരെണ്ണം കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ വേറൊരു ടൈപ്പ് ബാർ ഡയഗ്രാം കൊണ്ടുപോകും. നമ്മൾ സാധാരണ കാണാത്ത ഒരുപാട് ടൈപ്പ് ബാർ ഡയഗ്രാംസ് ഉണ്ട്. ഇതാണിപ്പം നമ്മൾ എടുത്തത്. ഈ രീതിയിൽ എടുക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അവിടെ അപ്പം ഞാൻ എടുക്കുന്നില്ല. നമ്മൾ ഇത് വെച്ചിട്ട് ഞാൻ ഇനി അടുത്തത് പൈ ഡയഗ്രാം ഉണ്ടാക്കാൻ പോകണം. ഇവിടെ ഒരു സാധനം കണ്ടില്ലേ, സർക്കിൾ കണ്ടോ? നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതാണ് പൈ ഡയഗ്രാം. പൈ ഡയഗ്രാം എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇങ്ങനെ തന്നെയല്ലേ പൈ ഡയഗ്രാം പഠിച്ചിരിക്കുന്നത്. സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടു വെക്കാം. ഓക്കെ, പൈ ഡയഗ്രാമായി. അതിന് തന്നെ വേറെ മോഡൽസ് ഉണ്ട്. നിങ്ങൾക്ക് ആ മോഡൽ ഇഷ്ടപ്പെടില്ലെങ്കിൽ അടുത്ത മോഡൽ എടുക്കുക. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം. കുറച്ച് നേരം ഇവിടുന്ന് ഇതാണ് ഇൻസെർട്ട് കൊടുക്കുക. പൈ ഡയഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ടൈപ്പ് പൈ ഡയഗ്രാം വേണം. ഇത് വേറെ ടൈപ്പ് പൈ ഡയഗ്രാം, ചെറിയ വ്യത്യാസമുണ്ട്. ഇത് വേറൊരു ഡിസൈനാണ്. ഇനി അടുത്തത് ഇതിൻ്റെ അത് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത് എന്താണ്? ലൈൻ ഗ്രാഫാണ്. ഓക്കെ, ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ ഡാറ്റ സെലക്ട് ചെയ്യുക. ഓക്കെ, ഡാറ്റ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇൻസെർട്ട് കൊടുക്കുക. ലൈൻ എന്ന് പറയുന്നത് ഇതാണ് ലൈൻ. കണ്ടോ? ഇതിൽ നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണം, ഏത് മോഡൽ വേണം എന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്ന റേഞ്ച് ഏതാണ്, അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അതെല്ലാം ലൈൻ ഡയഗ്രാമിൻ്റെ പല പല മോഡൽസാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻ ഡയഗ്രാം സെലക്ട് ചെയ്യുക. ഇതാണ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുക. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പേജില്ലേ, ഈ ഒരു പേജിനെ ഒരു നിങ്ങൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു പേജിൻ്റെ മാത്രം കളർ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇത്രയും
ഇത്രയും ഭാഗം കളർ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ JPG ആയിട്ട് കൺവെർട്ട് ചെയ്യാം. JPG ആയിട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ മൊബൈലിലാണെങ്കിൽ എന്ത് ചെയ്യും, സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അത് നിങ്ങൾക്കറിയാം, നമ്മൾ എത്രയോ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നു. സ്ക്രീൻഷോട്ട് അറിയാൻ പാടില്ലാത്ത പിള്ളേർ അതിലുണ്ടാവും. പക്ഷെ കമ്പ്യൂട്ടറിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാമോ? എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്? പലരും വായം പൊളിച്ചിരിപ്പുണ്ട്. വിഷ്ണു ആണെങ്കിൽ നേരത്തെ തന്നെ വായം പൊളിച്ചിരിക്കണം, ഇപ്പം ഒന്നും കൂടി വായ പൊളിക്കും. എന്താ വിഷ്ണു ചെയ്യേണ്ടത്? ഹൗ ടു ടേക്ക് എ സ്ക്രീൻഷോട്ട് ഇൻ എ കമ്പ്യൂട്ടർ. ഇങ്ങനെ എടുത്ത് അവിടെ സ്ക്രീൻഷോട്ട് കമ്പ്യൂട്ടറിൽ കിട്ടുന്നത്. കമ്പ്യൂട്ടറിൽ 2 രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഒന്നിവിടെ പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കണ്ടോ? പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും ഇവിടെ, പ്രിന്റ് സ്ക്രീൻ. വെറുതെ നിൽക്കിയാൽ മതി. ഒരു തവണ നിൽക്കിക്കഴിഞ്ഞാൽ അത് ഇതായി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു നേരെ പോവുക, എന്നിട്ട് പെയിന്റ് എന്നുള്ള ഇതുണ്ട്, പെയിന്റ് എന്ന് പറഞ്ഞ സാധനം എടുക്കുക. പെയിന്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ചുമ്മാ പേസ്റ്റ് ചെയ്താൽ അത് അവിടെ വന്നിട്ടുണ്ടാവും. പ്രിന്റ് സ്ക്രീൻ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ എന്താണോ കാണുന്നത് മൊത്തം അങ്ങ് കോപ്പി ആവും. എന്നിട്ട് പെയിന്റിലോ വേഡിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ദിസ് ഇസ് വൺ ഓപ്ഷൻ. രണ്ടാമത്തത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടി വലിയ ഇല്ല. നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ മാത്രം മതി. അതായത് നമുക്ക് ഈ ഒരു ഏരിയ മാത്രമേ മതി, മൊത്തം നമുക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഏരിയ മാത്രം മതി. അപ്പോൾ അതൊന്ന് ചെറുതാക്കുക. ഇവിടെ കൊണ്ടുവന്ന് നിയമം ഒന്ന് സൈസൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഉണ്ടോ? ഇത്ര ഏരിയ നമുക്ക് ആവശ്യമുള്ളൂ, മൊത്തം ഏരിയ നമുക്ക് വേണ്ട. അതിനാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒറിജിനൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ, ഇതെല്ലാം ഒറിജിനൽ വിൻഡോസാണ്, മിക്കവാറും വീട്ടിലും സ്നിപ്പിംഗ് ടൂൾ എന്ന് ക്ലിക്ക് ചെയ്യുക. സ്നിപ്പിംഗ് ടൂള് ഇങ്ങോട്ടൊന്നും വരും. ഇവിടെ ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു ഏരിയ, ഒരു സെലക്ട് ചെയ്യാനുള്ള ഏരിയ വരും. ഇത്രയും വരിക. ഇത്രയല്ലേ നമുക്ക് വേണ്ടതുള്ളൂ. വേണ്ട, അതൊരു ബോക്സായിട്ട് വരും. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക അവിടെ. ഓക്കെ. അപ്പോൾ അപ്പോൾ എന്തായിട്ടാണ് വരുന്നത്? അതൊരു പിക്ചറിലോ മിക്കവാറും ഇവിടെയാണ് കാണുന്നത്. പിക്ചറിലായിരിക്കും കാണുന്നത്. എവിടെയാണ് പോയതെന്ന് അറിയില്ല. ഒന്നും കൂടി നോക്കട്ടെ, എങ്ങോട്ടാണ് പോയതെന്ന് നോക്കട്ടെ കേട്ടോ. ഡൗൺലോഡ്സിലോട്ടാണ് പോയേക്കുന്നത്. ഇപ്പോൾ ഡൗൺലോഡ്സിൽ എവിടെ കിടപ്പുണ്ട് ഉണ്ടോ? ഇത് നിങ്ങൾ കടയിൽ പോയിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. A4 സൈസ് പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. നിങ്ങളുടെ ഇത് എഴുതുമല്ലോ, എഴുതിയതിന് ശേഷം ലാസ്റ്റ് ഇതങ്ങിട്ട് വയ്ക്കുക. ഈ ഒരു കളറിൽ തന്നെ എടുക്കണം. ഒരിക്കലും കാശും ലാഭിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കരുത്. 10 രൂപയായിരിക്കും ലാഭിക്കുന്നത്, പക്ഷേ 10 ചിലപ്പോൾ മാർക്ക് അതനുസരിച്ച് പോകും. കാരണം ഇതിങ്ങനെ റെക്കോർഡ് ഇങ്ങനെ മറിക്കുമ്പോൾ കുറച്ച് കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല കളറാണ്, കൊള്ളാം. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു രീതിയാണ്. ഒരു റെക്കോർഡിന് മാക്സിമം 5 സെക്കൻഡോ 10 സെക്കൻഡോ ആണ് ആ എക്സാമിനർ കൈകൂടി പോകുന്നത്. മനസ്സിലായോ? 10 or 15 സെക്കൻഡ്. ചില അധ്യാപകർ മാത്രം അത് മൊത്തം വരുന്നത് വായിക്കും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകുന്നതായിരുന്നു ഒരു നേരവും. ഭൂരിഭാഗം പേരും ഒരു 5 സെക്കൻഡ്സ് 10 സെക്കൻഡ് അതാണ്. അപ്പോൾ ഇങ്ങനെ മറിച്ച് കഴിയുമ്പോൾ 5-6 പേജിൽ കുറച്ച് കളറൊക്കെ ഉണ്ട്. നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ബോൾഡൊക്കെ ചെയ്തിട്ടുണ്ട്, അണ്ടർലൈനൊക്കെ ചെയ്തിട്ടുണ്ട്, റെഡിങ് കൊണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ മാർക്ക് കിട്ടും. 10 അപ്പോൾ 10 മാർക്ക് കിട്ടും. അത് നേരത്തെ വരാം. ഈ പ്രിൻ്റ് ഔട്ടിന് കളറിന് വരാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ 10 മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ 9 മാർക്ക് കിട്ടും, ചിലപ്പോൾ 6 മാർക്കേ കിട്ടുള്ളൂ. വെറുതെ 3 മാർക്ക് പോകും. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാരണവശാലും കളറിൽ എടുക്കേണ്ടത് 10 രൂപ കണ്ടേ ഉള്ളൂ. പണ്ടത്തെ പോലെ ഒരുപാട് കാശൊന്നുമില്ല. ഒരു 5-10 പേജ് ആയാലും ഒരു 100 രൂപ അതിന് വേണ്ടിക്കും മുടക്കി. 10 ഷീറ്റിൽ കൂടുതൽ അതിന് കളർ. ഇത് 1-2 പേജ് മൊത്തം ഒരു റെക്കോർഡിൽ എനിക്കൊന്ന് ഒരു 5-6 കളർ ഷീറ്റ് വെക്കേണ്ട ആവശ്യം പറ്റും. അപ്പോൾ കളറിൽ തന്നെ എടുക്കുക, നല്ല ലുക്ക് ഉണ്ടാവുള്ളൂ. ഇത്രയുള്ള നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 3 എക്സ്പെരിമെൻ്റ്: മെയിൻ, മീഡിയം, പൈ ഡയഗ്രാം, ലൈൻ ഡയഗ്രാം, പിന്നെ എന്താണ് ബാർ ഡയഗ്രാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ അത് ഉണ്ടാക്കുക. ഇത് പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യനാണ്. ബാർ ഡയഗ്രാം ചോദിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇത് ഏതായാലും ചോദിക്കും. മീനും മീഡിയവും ഷുവറാണ്, ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ ലാബിലോട്ട് പോയിക്കോളൂ. ലാബിൽ അങ്ങേ അറ്റത്തൊരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, അത് വർക്ക് ചെയ്യും. ഞങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ തരാം. പിന്നെ ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉണ്ട്, ആ ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. ഓക്കെ.
നിങ്ങൾ ലാബിലോട്ട് പോയിക്കോളൂ. അവിടുത്തെ മൊബൈലിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് മൊബൈലിൽ ചെയ്യാം. പിന്നെ